Welcome to Bake Shop Creation. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ബിഗിനേഴ്സിന് അതായത് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയവർക്കും ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ കേക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ പേരാണ് ചോക്ലേറ്റ് കസ്റ്റർഡ് വെർട്ടിക്കൽ കേക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കണ്ടാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലൈക്ക് ബട്ടണോട് തരിക കേട്ടോ. അപ്പം ഹിയർ ഇസ് റെസിപ്പി. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രേ ഗ്രീസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് 14x20 ഇഞ്ചുള്ള ട്രേ ആണ് കേട്ടോ. അതായത് 20 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 14 ഇഞ്ച് വീതിയുള്ള ട്രേ ആണ്. അതിനകത്ത് ഓയിലടിച്ച് നമുക്ക് പാഷ്മ ബ്രെഡ് സെറ്റ് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 5 മുട്ടയാണ്. അതുകൂടാതെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ഷുഗർ. അപ്പോൾ ഈ 1/2 കപ്പ് ഷുഗർ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വിപ്പ് ചെയ്ത് പൊക്കിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ പൊങ്ങി വരാൻ വേണ്ടി കേട്ടോ. ശരിക്കും നന്നായിട്ട് നമ്മുടെ എഗ്ഗ് പൊങ്ങി വന്നതിന് ശേഷം 1/4 കപ്പ് മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് അരിച്ചുകൊള്ളുക. കാരണം നമ്മുടെ ലംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടി അരിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ഒന്നും ഇളക്കേണ്ട, പയ്യെ ഫോൾഡ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് ഓയിൽ. അപ്പം ഓയിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ മോഡിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെവൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്പോഞ്ച് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഷീറ്റ് സ്പോഞ്ച് എന്നാണ് ഇങ്ങനെ പറയുന്ന സ്പോഞ്ചുകളെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡ് ഉണ്ടാക്കണം, വാനില കസ്റ്റാർഡ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 4 എഗ് യോക്ക്, 1/3 കപ്പ് ഷുഗർ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യമേ മാറ്റി വെക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കണം കേട്ടോ. ഇനി നമ്മൾ 1/2 കപ്പ് പാല് ചൂടാക്കാൻ വെക്കുക, തിളപ്പിക്കരുത്. ഇപ്പം ചെറുതായിട്ട് നമ്മുടെ ഈ പാല് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിൽ നിന്ന് 1/2 കപ്പ് എടുത്ത് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി എഗ്ഗുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഡയറക്റ്റ് എഗ്ഗ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായിപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ മിക്സർ, എഗ്ഗിൻ്റെ മിക്സർ ഇട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കുക. അപ്പോൾ നന്നായി തിക്കായതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു ക്ലീൻ ട്രാപ്പോ ക്ലീൻ ഫിലിമോ മുകളിൽ വെച്ച് റാപ്പ് ചെയ്യാം. അപ്പോൾ ഈ ക്ലീൻ ട്രാപ്പ് ഉരുകിപ്പോയൊന്നും പേടിക്കേണ്ട, നല്ല റെസിസ്റ്റൻ്റ് ആണ് ഈ ക്ലീൻ ട്രാപ്പുകളെല്ലാം. അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യമേ ബേക്ക് ചെയ്ത് വെച്ച നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 ഇഞ്ച് വെച്ചുള്ള സ്ട്രിപ്പായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റോളർ ഉപയോഗിച്ച് റോൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരുപാട് ഞാൻ പ്രസ് ചെയ്യുന്നില്ല. അതിന് കാരണം പ്രസ് ചെയ്ത് ഇങ്ങനെ പതിഞ്ഞു പോകും. ചെറുതായിട്ട് അതൊന്ന് ലെവലാവാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ഇഞ്ച് വെച്ച് നമുക്കൊരു 6 സ്ട്രിപ്പായിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്കെയിലുണ്ടെങ്കിൽ നല്ലതാണ്. സ്കെയിൽ വെച്ച് അളന്നെടുക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും.
ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള ക്രീം വിപ്പ് ചെയ്യാം. നമ്മൾ 1.25 കപ്പ് ക്രീമായിട്ട് വിപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ട് നന്നായിട്ട് വിപ്പ് ചെയ്യാം. അപ്പോൾ ക്രീം നന്നായിട്ട് വിപ്പായി വന്നു കഴിയുമ്പോഴത്തേന് ആദ്യമേ നമ്മളുണ്ടാക്കിയ കസ്റ്റാർഡ് ഉണ്ടല്ലോ, വാനില കസ്റ്റാർഡ്, അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് വെച്ചാൽ വാനില കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതുകൊണ്ട് ആഡ് ചെയ്യാവുള്ളൂ. അപ്പം ക്രീം നല്ലോണം വിപ്പായതിന് ശേഷം മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം രണ്ടും കൂടെ ലിക്വിഡായി പോകും. ആ ഒരു കൺസിസ്റ്റൻസി വരാൻ ഒരിക്കലും പാടില്ല കേട്ടോ. റൗണ്ട് ടിപ്പ് 10 mm കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ടിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് ബാഗ് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ റൗണ്ട് ടിപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആദ്യമേ ഉണ്ടാക്കി കട്ട് ചെയ്ത് വെച്ച ആ സ്ട്രിപ്പിലോട്ട് നമുക്ക് 3 ലൈനായിട്ട് പൈപ്പ് ചെയ്തിട്ട് സ്പാച്ചുല വെച്ച് നമുക്ക് ഈക്വലായിട്ട് ലെവൽ എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പുറത്ത് പോകാതെ അത് പൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ലെവൽ ചെയ്യുമ്പോൾ ഒരുപാട് പുറത്ത് പോകാൻ പാടില്ല. നമ്മുടെ സ്പോഞ്ചെ പറ്റിക്കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗി കാണില്ല നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴത്തേന്. ഇത് നന്നായിട്ട് എല്ലാം ലെവലായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ആദ്യത്തെ നമ്മളിത് റോൾ ചെയ്യാം. പക്ഷെ റോൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത്, പ്രസ് ചെയ്യാതെ പയ്യെ റോൾ ചേർക്കണം. കാരണം നമ്മൾ ആ ക്രീം നമ്മൾ തേച്ചിരിക്കുന്നത് മുഴുവൻ പുറത്ത് ചാടിപ്പോകും. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് ആദ്യത്തെ റോൾ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ കേക്ക് ബോർഡിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പ്ലേറ്റിലാണെങ്കിലും വെക്കാം. ഒരു സ്വിസ് റോളിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷീറ്റുകളും നമുക്ക് പൈപ്പ് ചെയ്യാം. എന്നിട്ട് അതിന് ചുറ്റും നമുക്ക് പയ്യെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം തീർന്നു. വളരെ എളുപ്പമുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുകയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിലോ ഒരു സബ്സ്ക്രൈബും ചെയ്യുക, ഒരു ലൈക്ക് കൂടെ തരിക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന റെസിപ്പി വേണം എന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സമയം പോലെ നമ്മൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ വിപ്പ് ചെയ്തെടുത്ത ക്രീമിൻ്റെ ബാലൻസ് ഉള്ളതാണ് നമ്മളിനി ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സെയിം ടിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമേ ആ എഡ്ജ് ഭാഗം ഒന്ന് ലെവൽ ചെയ്യുക, കാരണം കേക്കിന് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതല്ല, ഇപ്പോൾ പറയാൻ ഓർത്തിരിക്കുമായിരുന്നത്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ക്രീമിന്, അതായത് പേസ്ട്രി ക്രീമും അതായത് കസ്റ്റാർഡും വിപ്പ് ക്രീമും ഒരുമിച്ച് ചേർക്കുന്നതിന് ഡിപ്ലോമാറ്റ് ക്രീം എന്നാണ് പറയുന്നത്. ഡിപ്ലോമാ ക്രീം വാനിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഡിപ്ലോമാ ക്രീമിന്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അതിൻ്റെ റിസൾട്ടും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായി ഡോട്ട് ഇട്ടിട്ട് നമ്മൾ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ള് ഇതുപോലെ തന്നെ ഡോട്ട് ഇടുക, 3 ഡോട്ട് ഇടുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമുള്ളൊരു കേക്കാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ബിഗിനറാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് എല്ലാവരും കാണിക്കാനും എല്ലാവരും കൊടുക്കാനും പറ്റിയൊരു ബെസ്റ്റ് കേക്ക് ആയിരിക്കും. ഇതൊരു ട്വിസ്റ്റ് കേക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് വാനില വെർട്ടിക്കൽ കേക്കിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുവാണ്. എൻ്റെ സാറായ പിന്നെ ഒന്നും കാണാൻ പറ്റുള്ളതായിരിക്കും കുട്ടികൾ പറയുന്നുണ്ടോ. കാരണം എന്നാ ഫിനിഷിംഗ് ആണ്, എന്നാ ലുക്കാണ്. ഇതുപോലൊരു വെറൈറ്റി കേക്ക് നിങ്ങൾക്ക് കുട്ടികൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ കണ്ടല്ലേ ചോക്ലേറ്റ് കസ്റ്റർഡ് വെർട്ടിക്കൽ കേക്ക്. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾ കണ്ടും കഴിഞ്ഞു. പക്ഷേ ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതിനെ നമ്മൾ ചോക്ലേറ്റ് വാനില കേക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ കേക്ക് നമുക്ക് ഏകദേശം ഒരു
5 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. 5 കൂടുതൽ ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ ആ പേസ്ട്രി ക്രീം ഉണ്ടാക്കിയുണ്ട്, അതായത് കസ്റ്റാർഡ് ഉണ്ടാക്കിയുണ്ട്, ആ കസ്റ്റാർഡിൽ നിന്ന് വെള്ളം റിലീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 ദിവസത്തിൽ കൂടുതൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മളുണ്ടാക്കി ഈ കേക്ക് ഏകദേശം ഒരു 9 ഇഞ്ചിൻ്റെ കേക്കാണ് നമ്മൾ ആ സ്ട്രിപ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കേക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതെങ്ങനെയാണ് ഈ കേക്ക് ചെയ്തത്. അത്രയ്ക്കും എളുപ്പത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നല്ലൊരു ഇമ്പാക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം see you next time.